എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജമീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഹംദി ഹനൻ. ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്ത് ബഖറയിലെ 30-ാമത്തെ പേജാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. 191 മുതൽ 196 വരെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِنْدَ الْمَسْجِدِ الْحَرَامِ حَتَّى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين. കണ്ടുമുട്ടിയിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവേൻ. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തു നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവേൻ. ഫിത്ന, അതായത് കുഴപ്പം, കൊലയേക്കാൾ കഠിനമായിട്ടുള്ളതാകുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നത് വരെ നിങ്ങൾ അവിടെ വെച്ച് അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. ഇനിയെ അവർ, അതായത് അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകൊള്ളുക. അപ്രകാരമാണ് അവിശ്വാസികളുടെ പ്രതിഫലം. فإن انتهوا فإن الله غفور رحيم. എന്നാൽ അവർ വിരമിച്ചെങ്കിൽ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. ഫിത്ന, അതായത് കുഴപ്പം, ഉണ്ടാകാതിരിക്കുകയും ദീൻ, അതായത് മതം, അള്ളാഹുവിന് ആയിത്തീരുകയും ചെയ്യുന്നതുവരേക്കും നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുവേൻ. അങ്ങനെ അവർ വിരമിച്ചുവെങ്കിൽ അപ്പോൾ അക്രമം ചെയ്യുന്നവർക്കെതിരെയല്ലാതെ അതിക്രമം പാടില്ല. അശ്ശഹുറുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാമി വൽ ഹുറുമാതു ഖിസ്വാസ് فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. ഹറാമായ, അതായത് പവിത്രമായ മാസം ഹറാമായ പവിത്രമായ മാസത്തിന് ആകുന്നു. ഹുർമത്ത് പവിത്ര വസ്തുക്കളും പ്രതിക്രിയ നടത്തപ്പെടുന്നവയാകുന്നു. ആകയാൽ ആരെങ്കിലും നിങ്ങളുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മേൽ അവർ അതിക്രമം പ്രവർത്തിച്ച മാതിരിയിൽ നിങ്ങൾ അവൻ്റെ മേലും അതിക്രമം പ്രവർത്തിച്ചു കൊള്ളുവേൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവേൻ. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെ ആയിരിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടേക്കുകയും ചെയ്യരുത്. നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം. നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നതാണ്. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك
فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. നിങ്ങൾ അള്ളാഹുവിനായി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുവിൻ. ഇനി നിങ്ങൾക്ക് മുടക്ക് ബാധിച്ചെങ്കിൽ അപ്പോൾ ഹദിയിൽ അതായത് ബലിമൃഗത്തിൽ നിന്നും സൗകര്യപ്പെട്ടത് ഹദി അതിൻ്റെ അനുവദനീയ സ്ഥാനത്ത് എത്തുന്നതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ തല മുണ്ടനം ചെയ്യരുത്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിരിക്കുകയോ അല്ലെങ്കിൽ അവനിൽ അവൻ്റെ തലയിൽ നിന്നുള്ള വല്ല ഉപദ്രവം ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അപ്പോൾ നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ ആകുന്ന ഒരു ദണ്ഡ അതായത് പ്രായശ്ചിത്തമാകുന്നു വേണ്ടത്. എന്നാൽ നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ എന്നിട്ട് ആരെങ്കിലും ഉംറ നിർവഹിച്ചുകൊണ്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം അപ്പോൾ ഹദിയിൽ നിന്ന് സൗകര്യപ്പെട്ടത് അതായത് ബലി കഴിക്കുക. ഇനി ആർക്കെങ്കിലും കിട്ടാത്ത പക്ഷം ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ 3 ദിവസവും നിങ്ങൾ മടങ്ങിപ്പോയാൽ വേറെ ഒരു 7 നോമ്പ് നോൽക്കുക. അത് പൂർത്തിയായ 10 നോമ്പ്. അത് ആ പറഞ്ഞ വിധി ആരുടെ കുടുംബം മസ്ജിദുൽ ഹറമിൽ സന്നിഹിതരായിട്ടില്ലയോ അവർക്കുള്ളതാകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അള്ളാഹു കഠിനമായി ശിക്ഷ നടപടിയെടുക്കുന്നവനാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ.